സത്യസന്ധമായി പറഞ്ഞാൽ ഇതിനെല്ലാം ഒരു ലാഭവുമില്ല. ഒരു എല്ലാ കച്ചവടത്തിനും ഏതിനും നമുക്ക് ലാഭമുണ്ടാകും. ഇതിന് ലാഭമില്ല. ഒരു സെക്രട്ടറി ആയാലും പ്രസിഡൻ്റ് ആയാലും അവർക്ക് അവരെ കൈമന്ന് നഷ്ടപ്പെടുന്നതല്ലാണ്ട് അവർക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഇതിനോടുള്ളൊരു പ്രതിപത്തിയാണ്. എങ്ങനെയാണത് വന്നത്? അതാണ് അപ്പോൾ പല ചരിത്രകാരന്മാരും അന്വേഷിക്കുന്നതാണ്. 3 വായനശാലകൾ എടുക്കുന്ന എങ്ങനെയാണ് മയ്യിൽ പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ള താലൂക്ക് ജില്ലയായി, താലൂക്കായി, പഞ്ചായത്തായി. അപ്പോൾ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ആ വായനയുടെ ഒരു ത്വരയാണ്. കാരണം നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഒരു വായനശാല വന്നു. പക്ഷെ അതിൻ്റെ അങ്ങേ ഭാഗത്ത് കുറേ നടന്നു പോകാനുള്ളൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ആടെയുള്ളവർ തീരുമാനിക്കണം നമുക്കിവിടെ ഒരു വായനശാല, ആ വായനശാലയിലേക്ക് ഇപ്പോൾ കുറേ ദൂരമില്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. അങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടാണ് ഈ 35 വന്നത്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാതൃകയാണ്. ഒരു പഞ്ചായത്തിലും അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് നമ്മൾ നേരത്തെ നമ്മുടെ നാട്ടിലെല്ലാം വായന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രാമായണമാണ്. നമ്മളെ വീടുകളിൽ രാമായണം വായിക്കുന്ന ആളുകൾ നമ്മൾ അത് കേട്ടിട്ടാണ് നമ്മൾ കേൾക്കുക. വായന രാമായണം വീട്ടിൽ നിന്ന് എല്ലാവരും വായിക്കും. എല്ലാ വീട്ടിലും രാമായണം വായിക്കും. അതൊരു പ്രധാനപ്പെട്ട എല്ലാ ഒരു രാമായണം ഉണ്ടാവും. ആരറിയാത്തത് 3 ലോകത്തിലും വീരനാം എന്നുടെ ബാഹു പരാക്രമം, ലങ്കാപുരത്തെ ത്രികുടാചലത്തോടും ശങ്കാവിഹീനൻ ദശാസ്യനെ കൂടി ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ട് നിന്നെ അന്തികയെ വെച്ചു തൊഴുതേനെ മാതിരായിരുന്നു ബാലി പറയാണ് ശ്രീരാമനോട്. കാരണം ബാലിയെ പിടിച്ച് കെട്ടിയപ്പോൾ ബാലി പറഞ്ഞു, നിങ്ങളുടെ എന്തിനാ അന്നിങ്ങനെ ഇവിടെ പിടിച്ച് കൊണ്ടുവന്നത്, നിങ്ങളൊന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ ഈ രാവണനെ തന്നെ കയ്യോട് പിടിച്ച് കെട്ടി കൊണ്ടു തരില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീകൾ വായിക്കുന്നുണ്ട്, അമ്മയെല്ലാം വായിക്കുന്നുണ്ട് രാമായണം. അപ്പോൾ നമ്മളും വായിക്കാൻ തുടങ്ങി കുറച്ച്. വായിക്കുന്നവർ കൃത്യമായി വായിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ ആ വായന എന്തുണ്ട്? ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഒരു പുസ്തകം വായിക്കുന്ന ആളുണ്ടാവും. ബസ്സിൽ നിന്ന് പത്രം വായിക്കുന്നവരെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അവർ ആ വായിക്കുന്ന കണ്ടൻറ്റിലല്ല അവരൊരു സമയത്തിന് വേണ്ടി. പക്ഷേ വായിക്കുന്നവർ അതിന് കൃത്യമായി വായിക്കുന്നവരുണ്ട്. ഇപ്പോൾ EMSനും അതുപോലെ തന്നെ നായനാർക്കെല്ലാം പറയുന്നിട്ടില്ലേ, നായനാർക്ക് രാവിലെ എല്ലാ പത്രവും എടുത്ത് മേലെ വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും മേലെ ദേശാഭിമാനമാണെന്നോ ശാരദിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മേലെ ദേശാഭിമാനമാണ്. ദേശാഭിമാൻ്റെ ഹെഡിങ് നോക്കിയിട്ട് മറ്റു പത്രങ്ങളിലേക്ക് പോകുള്ളൂ. നമ്മുടെ മയിൽ പഞ്ചായത്തിൽ നമ്മുടെ സപ്തകാശ്മി, ഞാനാണ് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു അംഗീകാരം കൊടുത്ത ആ കാലത്തെ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ ഞാനെപ്പോഴും ഇതിന് അഭിമാനം കൊള്ളും. കാരണം അന്ന് 1980 ശേഷം രൂപീകരിച്ചതാണ് ഈ വായനശാല. 80 ശേഷം രൂപീകരിച്ചാണ് പോലും ഇന്ന് നമ്മുടെ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വായനശാലയിൽ വന്നത് ഇതിലൊരു കൂട്ടായ്മയാണ്. ഇവിടുത്തെ ആ ഒരു കൂട്ടായ്മേൻ്റെ വളർച്ചേൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സപ്തകാശ്മിയല്ല ഞാൻ പറഞ്ഞത്, നിരവധിയായ സപ്തകാശ്മി പോലെയുള്ള വായനശാലകൾ നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ എത്രയോ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഇതിനെ ഒരു സത്യസന്ധമായി പറഞ്ഞാൽ ഇതിനെല്ലാം ഒരു ലാഭവുമില്ല. എല്ലാ കച്ചവടത്തിനും ഏതിനും നമുക്ക് ലാഭമുണ്ടാകും. ഇതിന് ലാഭമില്ല. ഒരു സെക്രട്ടറി ആയാലും പ്രസിഡൻ്റ് ആയാലും അവർക്ക് അവരെ കൈമന്ന് നഷ്ടപ്പെടുന്നതല്ലാണ്ട് അവർക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഇതിനോടുള്ളൊരു പ്രതിപത്തിയാണ്. ഒരു പ്രതിബദ്ധത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു വായനശാല. ഇപ്പോൾ മയ്യിൽ പഞ്ചായത്തിൻ്റെ ചരിത്രം പറയുമ്പം മയ്യിൽ പഞ്ചായത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പേ 3 വായനശാലകളേ ഉള്ളൂ. അതിൻ്റെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ CC നാരായണ, ഇപ്പോൾ വേളം പൊതുജന വായനശാല, കേരളം വായനശാലേൻ്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ. മുല്ലക്കൊടി വായനശാലേൻ്റെ ആളാണ് ബാലൻ. അപ്പോൾ അന്ന് കണ്ടക്കി SJM 3 വായനശാലയേ ഉള്ളൂ. ആലോചിക്കണം നമ്മൾ, ആ കാലത്ത് 3 വായനശാലയേ ഉള്ളൂ മയ്യിൽ പഞ്ചായത്തിൽ. ഇന്ന് മയ്യിൽ പഞ്ചായത്തിൽ 35 വായനശാലകൾ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നു. എങ്ങനെയാണത് വന്നത്? അതാണ് അപ്പോൾ പല ചരിത്രകാരന്മാരും അന്വേഷിക്കുന്നതാണ്. 3 വായനശാലകൾ എടുക്കുന്ന എങ്ങനെയാണ് മയ്യിൽ പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ള താലൂക്ക് ജില്ലയായി, താലൂക്കായി, പഞ്ചായത്തായി. അപ്പോൾ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ആ വായനയുടെ ഒരു ത്വരയാണ്. കാരണം നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഒരു വായനശാല വന്നു. പക്ഷെ അതിൻ്റെ അങ്ങേ ഭാഗത്ത് കുറേ നടന്നു പോകാനുള്ളൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ആടെയുള്ളവർ തീരുമാനിക്കണം നമുക്കിവിടെ ഒരു വായനശാല, ആ വായനശാലയിലേക്ക് ഇപ്പോൾ കുറേ ദൂരമില്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. അങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടാണ് ഈ 35 വന്നത്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാതൃകയാണ്. ഒരു പഞ്ചായത്തിലും അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാം 35 സപ്തകാശ്മിയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു വായനശാല ഉണ്ടാക്കണം, അത് സമൂഹത്തിന് ആവശ്യമാണ് എന്നുള്ള ബോധം ജനങ്ങളിൽ ഉണ്ടായി. ആ ജനങ്ങളിൽ ഇടതുപക്ഷ മനസ്സും കൂടി അതിൻ്റെ അകത്തുണ്ട്. ഇടതുപക്ഷ മനസ്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സഖാവ് EMSൻ്റെ കേരള മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള പുസ്തകമെല്ലാം വായിക്കുന്നത് വായനശാലയിൽ കൂടിയാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് ഇത് വായിക്കാൻ, എല്ലാവരും പുസ്തകം വായിക്കാൻ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല.
അപ്പോൾ കേരളം എങ്ങനെയാണ് ഐക്യ കേരളം ഉണ്ടായത്, അതിൻ്റെ ചരിത്രം കേരളം നമ്മളെപ്പോഴും പറയുന്നത് കേരള മലയാളിയുടെ മാതൃഭൂമി EMSൻ്റെ പുസ്തകം വായിക്കണമെന്നാണ്. അപ്പോൾ അതുപോലുള്ള ആളുകൾ പുസ്തകം വായിക്കാനുള്ള ത്വര ഈ വായനശാലയിൽ കൂടിയാണ് വന്നത്. ഇന്ന് നമ്മൾ ലൈബ്രറിയുടെ ഗ്രാൻഡ് വന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് ചെറിയ ഗ്രാൻഡേ ഉണ്ടാവുള്ളൂ. അതിനൊരു 10, 25, 30 പുസ്തകം കിട്ടും. ആ പുസ്തകം കൊണ്ടുവന്നാൽ ആളുകൾക്ക് വായിക്കാനുള്ള വന്നപാട് കൊണ്ടുപോകും എല്ലാ ഭാഗത്തേക്കും. അത് പിന്നെ ഒന്ന് തിരിച്ചു വരണം മറ്റൊന്ന് കിട്ടണ്ടെങ്കിൽ. അതിൽ നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ONV പറഞ്ഞതല്ലേ, പുസ്തകം കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് പുസ്തകം വായിക്കാൻ വേണ്ടി വയലാറാം ഓർമ്മ തന്നെയാണെന്ന് തോന്നുന്നു, അതൊരു പുസ്തകം വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പിന്നെ കയ്യെഴുത്ത് വാങ്ങിയിട്ട് എഴുതിയെടുത്തു. രാത്രി എഴുതിയെടുത്തിട്ട് പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വായനയുടെ ത്വരയുണ്ടെങ്കിൽ അന്ന് രാത്രി മനക്കെട്ട് കൊണ്ട് പുസ്തകം പകർത്തു വന്നു, കാരണം നാളെ രാവിലെ പുസ്തകം കൊണ്ടു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വായനയെ പരിപോഷിപ്പിക്കുന്നതിന് നമ്മുടെ കേരളത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അന്നത്തെ സാംസ്കാരിക നായകന്മാരതിൻ്റെ EMSനെ പോലുള്ള ആളുകൾ അതിൻ്റെ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. കേദാമോദരൻ അതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചാണ്. അതുകൊണ്ട് ഇന്ന് പടർന്ന് പന്തലിച്ച ഒരു മഹാവൃക്ഷമായി കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം നിലകൊള്ളുകയാണ്. ഇപ്പോൾ ലൈബ്രറി കൗൺസിലിൻ്റെ രൂപീകരണം വന്നു. അതോടുകൂടി ഇന്ന് എല്ലാ വിധത്തിലും എല്ലാ രംഗത്തും അതിൻ്റെ പല പദ്ധതികൾ ആവിഷ്കരിച്ചു. നേരത്തെ ഇതുപോലുള്ള പദ്ധതികളൊന്നും ഇപ്പോൾ പിന്നെ വനിതാവേദി, യുവജനവേദി, ബാലവേദി, മറ്റതുപോലുള്ള നിരവധി വേദികളിൽ കൂടി ഈ കുട്ടികളിലടക്കം വായന പരിശീലിപ്പിക്കാൻ വായനാ മത്സരം കുട്ടിയൊക്കെ ഉണ്ട്. UP, ഹൈസ്കൂൾ, അതുപോലെ തന്നെ പൊതുവെ 16 വയസ്സ് വരെയുള്ളവർ, അതിന് മേലെയുള്ളവർ, അങ്ങനെ വിവിധ തട്ടുകളിലായി വായന കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ സമ്മാനമല്ല പ്രധാനം, വായനയെ പരിപോഷിപ്പിക്കുക എന്നുള്ള നിലയിൽ അതിൻ്റെ പദ്ധതികളാണ്. അപ്പോൾ അത്തരം പദ്ധതികൾ വന്നതോടുകൂടി ഇപ്പോൾ കുട്ടികൾ നല്ല ഈ ജനറൽ നോളജിൽ നല്ലൊരു പങ്കാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കുട്ടികൾ നല്ല മുമ്പിലായിരിക്കും. സ്കൂളിലെല്ലാം നമ്മളെ വായനശാലയുമായി ബന്ധപ്പെട്ട കുട്ടികൾ പൊതുവെ എല്ലാ രംഗത്തും മുമ്പിലായിരിക്കും. ഇപ്പോൾ അഖില കേരള വായനാ മത്സരത്തിലെല്ലാം നമ്മൾ ചാമാന്യ അക്ഷരമറ്റത്തിലെല്ലാം നമ്മളെ ഈ ഭാഗത്ത് നിന്നെല്ലാം കുട്ടികൾ സമ്മാനം വഹിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ നിലയിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. 1935 കാലഘട്ടത്തിലാണ് ഇവിടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി. അത് പറയുമ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയല്ല, അന്ന് മലബാറും തിരുക്കൊച്ചിയും തിരുവിതാംകൂറും. അപ്പോൾ മലബാർ എന്ന് പറയുന്നത് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായി ഒരു വികസനം എത്തി നോക്കാത്ത മലബാർ കലക്ടർ കോഴിക്കോടായിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയില്ല ഇങ്ങേ ഭാഗത്ത് ഏതാ സ്ഥലം എന്ന് വരെ. ആ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചെങ്കിലും അതിൻ്റെ പ്രവർത്തനം ഇങ്ങോട്ട് വരുന്നത് 1920 ശേഷമാണ്. 1923 വിഷ്ണുഭാരതിയൻ VM വിഷ്ണുഭാരതി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിമകൾ എങ്ങനെ ഉടമകളായി എന്നുള്ളൊരു പുസ്തകമുണ്ട്, അയാൾ ആത്മകഥ. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് പിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത് ഈ ഭാഗത്ത്, ഈ മയ്യിൽ ഭാഗത്ത്. അപ്പോൾ പല സ്ഥലത്തും അയാൾ പോയി, ആരും മെമ്പർഷിപ്പ് എടുക്കുന്നില്ല. കാരണം മെമ്പർഷിപ്പ് എടുത്താൽ ജന്മിക്കെതിരാണ്, ജന്മിത്വത്തിനെതിരായിട്ടുള്ളൊരു ആളായി വരും. കോൺഗ്രസ്സിൽ ചേരുക എന്ന് പറയുമ്പോൾ ജന്മിത്വത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ആരും എടുക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ചത് ഞാൻ കേരളത്ത് കുന്നത്ത് പുതിയ വീട്ടിൽ പോയി, അവിടെ ഒരു കാരണവർ രായിരുനമ്പ്യാർ, ആ രായിരുനമ്പ്യാരുടെ അടുത്ത് കണ്ടപ്പോൾ അയാൾ സ്വതവേ ജന്മി വിരോധിയായിരുന്നു. അതുകൊണ്ട് അയാൾ മെമ്പർഷിപ്പ് എടുത്തെന്ന് മാത്രമല്ല 5-6 ആളുകളെ ചേർത്തു. ആ രായിരുനമ്പ്യാരുടെ അനുജൻ്റെ മകനാണ് പാടിക്കുന്ന് രക്തസാക്ഷി രായിരുനമ്പ്യാർ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഓരോ കുടുംബത്തിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ അതോടുകൂടി 35 കർഷക സംഘം രൂപീകരിച്ചു നണിയൂർ. വിഷ്ണുഭാരതിൻ്റെ നേതൃത്വത്തിൽ KPR ഗോപാലനും അതുപോലെ തന്നെ കേരളീയനെ പോലെയുള്ള ആളുകളെല്ലാം കൂടി കർഷക ജന്മിത്വത്തിനെതിരായി കരിമാരത്തില്ലത്തെ നമ്പൂതിരിക്കെതിരായിട്ടുള്ള സമരം, ആ സമരങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നതിന് ഒരു കൂട്ടായ്മ വേണമല്ലോ. അതല്ലാതെ നമ്മൾ ഗ്രന്ഥശാലകൾ ഉണ്ടാക്കിയിട്ട് ലൈബ്രറി ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല എന്ന് തുടങ്ങിയത്. അപ്പോൾ അതിനൊരു കൂട്ടായ്മ വേണം. അതിന് ചെറിയ ഷെഡ് കെട്ടി, നമ്മുടെ കേരളത്തെ വായനശാല ഒരു ഷെഡ് കെട്ടി അവിടെ വൈകുന്നേരം ചെറുപ്പക്കാരെ വന്നിരുത്തി എന്തിനാണ് സ്വാതന്ത്ര്യം, എന്തിനു വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം, അത് അവരെ പഠിപ്പിക്കുകയാണ് വിഷ്ണുഭാരതിനെ പോലുള്ള ആളുകൾ. അങ്ങനെ അവരെ ആ രീതിയിൽ പഠിപ്പിച്ച് അവരെ പ്രവർത്തകന്മാരാക്കി മാറ്റി. ആ പ്രവർത്തകന്മാരാണ് അറാക്കൽ കുഞ്ഞിരാമനും രായിരുനമ്പ്യാരും അതുപോലെ തന്നെ KK കുഞ്ഞിരാമൻ പോലുള്ള ആളുകളെല്ലാം ഇതിന്നാണ് വരുന്നത്. അവരാണ് പിന്നെ കണ്ടക്കൈ ഇപ്പോൾ കർഷക സമരമായാലും മറ്റതുപോലുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ആ വായനശാലകൾ അതിൻ്റെ നവോത്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് നമ്മൾ പറയും. കേരളത്തിലെ ഗ്രന്ഥശാലകൾ അതിൽ ഏറ്റവും കേരളത്തിലെ ഗ്രന്ഥശാലകളാക്കാണ് ഈ മലബാറിൽ. കാരണം അവിടെ തിരുവിതാംകൂറിൽ നേരത്തെ സ്വാതി തിരുനാൾ മഹാരാജാവ് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് വായനശാല ഉണ്ടാക്കിയിട്ടുണ്ട്, തിരുക്കൊച്ചിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മലബാറിലില്ല. മലബാർ വിക്ടോറിയ രാറ്റിൻ്റെ പേരിലാണ് വായനശാല തലശ്ശേരി. അതിപ്പോൾ ആസാദ് ലൈബ്രറിയായി മാറി. അപ്പോൾ അന്ന് ഇവിടെ ഈ ജന്മിത്വത്തിനെതിരായിട്ടുള്ള പടവാൾ എടുക്കുന്നതിന് വേണ്ടി സജ്ജീകരിക്കുന്ന പ്രവർത്തകന്മാരെ സജ്ജരാക്കുന്നതിന് വേണ്ടിയാണ് അന്ന് നമ്മുടെ ഈ പഞ്ചായത്തിലെല്ലാം വായനശാല. കണ്ടക്കൈ കർഷക സമരം കേട്ടിട്ടുണ്ടാവും. കണ്ടക്കൈ കർഷക സമരം എന്ന് പറയുന്നത് പുല്ല് പറിക്കാൻ വേണ്ടിയിട്ടുള്ള പുര പെയ്യുന്ന പുല്ല് പറിക്കുന്നത് അധികാരിൻ്റെ സ്ഥലത്ത് നിന്നാണ്.
ആ ഒരു പാട്ടത്തിന് കൊടുക്കാതെ ആ പ്രാവശ്യം പുല്ല് പറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർഷക സംഘടന നേതൃത്വത്തിൽ പുല്ല് പറിച്ചു, സമ്മതമില്ലാതെ പുല്ല് പറിച്ചു, അതിന് കേസായി. അതുപോലെ അതിനുശേഷം പിന്നെ വിള കൊയ്തു, അതിന് കേസായി. അതിന് അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് കലങ്കെട്ട് സമരം നടത്തി അധികാരിയുടെ വീട്ടിലേക്ക് കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായി വരുന്നതെല്ലാം എൻ്റെ അടിസ്ഥാനമായി പങ്കെടുത്തത്, അതിൻ്റെ പ്രവർത്തിച്ചത് വായനശാലകളാണ്. അതുകൊണ്ടാണ് കണ്ടക്കി SJM വായനശാല. SJM എന്ന് പറയുന്നത് ശ്രീ ജാതവേദ ഗുരു സ്മാരക വായനശാലയാണ്. ജാതവേദ ഗുരു എന്ന് പറയുന്നത് ഒരു ഈ നമ്മുടെ അന്ന് വീടുകളിൽ നിന്ന് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന എഴുത്തച്ഛന്മാരുണ്ടാവും. നമ്മൾ തിരുവിതാംകൂർ ഭാഗത്ത് എഴുത്തച്ഛന്മാർ ഒരുപാടാളുണ്ട്. പക്ഷേ നമ്മളെ മലബാറിൽ അങ്ങനെയില്ല. പക്ഷേ ഈ ജാതവേദ ഗുരു എന്ന് പറയുന്നത് അയാളാണ് ആദ്യമായിട്ട് അക്ഷരം പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അയാളെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് SJM വായനശാല. അതിപ്പോൾ അത് എഴുതുമ്പോൾ കുട്ടിക്കൊന്നും അറിയില്ല. ശ്രീ ജാതവേദ ഗുരു സ്മാരക വായനശാല, വേളം വായനശാല, കേരളം വായനശാല. ഈ 3 വായനശാലയും ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള മറ്റു വായനശാലകൾ. അപ്പോൾ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം കുറിച്ചത് ഈ വായനശാലയുടെ നേതൃത്വത്തിലാണ്. അന്നത്തെ അതിൻ്റെ പ്രവർത്തകന്മാരാണ് പിന്നീട് വന്ന ദേശീയ നേതാക്കന്മാർ. ഇപ്പോൾ അറാക്കൽ കുഞ്ഞിരാമൻ, പാടിക്കുന്ന് രക്തസാക്ഷി കുട്ടിയപ്പ, ഗോപാലൻ, ടൈരു നമ്പ്യാർ, ഇവരെല്ലാം അതിൻ്റെ ഭാഗമാണ്. അന്ന് നമ്മൾ നേരത്തെ നമ്മുടെ നാട്ടിലെല്ലാം വായന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രാമായണമാണ്. നമ്മളെ വീടുകളിൽ രാമായണം വായിക്കുന്ന ആളുകൾ നമ്മൾ അത് കേട്ടിട്ടാണ് നമ്മൾ കേൾക്കുക. വായന രാമായണം വീട്ടിൽ നിന്ന് എല്ലാവരും വായിക്കും, എല്ലാ വീട്ടിലും രാമായണം വായിക്കും. അതൊരു പ്രധാനപ്പെട്ട എല്ലാ ഒരു രാമായണം ഉണ്ടാവും. ആരറിയാത്തത് 3 ലോകത്തിലും വീരനാം എന്നുടെ ബാഹു പരാക്രമം, ലങ്കാപുരത്തെ ത്രികുടാചലത്തോടും ശങ്കാവിഹീനൻ ദശാസ്യനെ കൂടി ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ട് നിന്നെ അന്തികയെ വെച്ചു തൊഴുതേന് മാതിരായിരുന്നു. ബാലി പറയാണ് ശ്രീരാമനോട്. കാരണം ബാലിയെ പിടിച്ച് കെട്ടിയപ്പോൾ ബാലി പറഞ്ഞു, നിങ്ങളുടെ എന്തിനാ അന്നിങ്ങനെ ഇവിടെ പിടിച്ച് കൊണ്ടുവന്നത്, നിങ്ങളൊന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ ഈ രാവണനെ തന്നെ കൈയോട് പിടിച്ച് കെട്ടി കൊണ്ടു തരില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീകൾ വായിക്കുന്നുണ്ട്, അമ്മയെല്ലാം വായിക്കുന്നുണ്ട് രാമായണം. അപ്പോൾ നമ്മളും വായിക്കാൻ തുടങ്ങി കുറച്ച് കൃഷ്ണപ്പാട്ട്, ചിങ്ങമാസം കൃഷ്ണപ്പാട്ടുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണനെ പറ്റിയാണ്. അപ്പോൾ ആ വായനയുടെ നമ്മളെ മലബാറിൽ ഈ വായനക്കെല്ലാം ഒരു തുടക്കം കുറിക്കുന്നത് ഈ ഗ്രന്ഥങ്ങളാണ്. ഭാഗവതം സ്ത്രീകളെല്ലാം ആ കാലത്ത് സ്ത്രീകളെല്ലാം വായിക്കുന്നത്. തുടർന്നെയാണ് പിന്നീട് നമ്മുടെ ഈ ചെറിയ പുസ്തകങ്ങളിലേക്ക് വരുന്നത്. അന്ന് ക്ലാസ്സിലെ പുസ്തകങ്ങളെല്ലാം വളരെ ചെറുതല്ലേ, അതിൻ്റെ അകത്തൊന്നും വലിയ കണ്ടൻസ് ഒന്നും ഉണ്ടാവില്ല ഇന്നത്തെ പോലെ. ഇന്നൊരുപാട് അതിൻ്റെ അകത്ത് കണ്ടൻസ് ഉണ്ട്. പക്ഷെ അന്നെല്ലാം ചെറിയ അക്ഷരങ്ങൾ പഠിക്കുക, അത്തരം അന്ന് ഗ്രാമറാണ്, വ്യാകരണവും സന്ധി സമാസം മറ്റതുപോലെയുള്ള കാര്യങ്ങളാണ്. അന്ന് അമരം പഠിക്കുക എന്നൊരു സംഭവമുണ്ട്, നിങ്ങൾക്കൊന്നും അറിയില്ല. അമരമുണ്ട്, സംസ്കൃതമാണ്, അന്ന് പഠിക്കണം നിർബന്ധമാണ് ക്ലാസ്സുകളിലെല്ലാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് വിദ്യാഭ്യാസം മാറി. അപ്പോൾ അത് ഇന്നിപ്പോൾ പുതിയ വിദ്യാഭ്യാസത്തിൽ ആ രീതിയല്ലല്ലോ. അപ്പോൾ അന്ന് ഈ പുസ്തകങ്ങളോടുള്ളൊരു ശ്രദ്ധ വരുന്നത് എല്ലാ വീട്ടിലും ഒരു രാമായണവും ഭാരതവും കൃഷ്ണപ്പാട്ടും ഉണ്ടാവും. അത് ആടെയുള്ള അക്ഷരം അറിയുന്നവർ വായിച്ച്, പിന്നെ അടുത്ത അമ്മ വായിച്ചിട്ടാകുമ്പോൾ പിന്നെ മോള് വായിക്കും, പിന്നെ മോള് വായിക്കും. അതൊരു പരമ്പരമായിട്ട് ഇന്നും നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. സ്ഥിരമായി വായിക്കുന്ന വീടുകളുണ്ട് ഇപ്പോഴും രാമായണവും കൃഷ്ണപ്പാട്ടും എല്ലാം, ഭാഗവതം. അന്ന് പുസ്തകങ്ങളൊന്നുമില്ല. അന്ന് നമ്മൾ ഈ പറയുന്ന പുസ്തകങ്ങളൊന്നും അച്ചടിച്ച് നമ്മൾ അന്നിടെ അച്ചടിക്കുന്ന അച്ചുകൂടെ അന്ന് നമ്മൾ കുന്നംകുളത്തേ ഉള്ളൂ. നമ്മളെല്ലാം അന്ന് കാണുന്നത് കുന്നംകുളമാണ് പ്രസ്. അന്നത്തെ എല്ലാ പുസ്തകവും അടിക്കുന്നത് കുന്നംകുളം. ഇന്നത്തെ കുറ്റിപ്പുറത്ത് ആ ഭാഗത്താണ്. ആ കുന്നംകുളത്താണ് പ്രസ്സുള്ളത്. എന്നാൽ അവിടെ നിന്ന് അടിച്ചു വരുന്നത് പുസ്തകങ്ങൾ. അപ്പോൾ അന്ന് അതുകൊണ്ട് വളരെ ചെറിയ പുസ്തകങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ നേരത്തെ പറഞ്ഞ ഇന്ദുലേഖ പോലെയുള്ള. പിന്നീട് അത് വന്ന് ഒരു 1960-ലാകുമ്പോൾ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ വന്നില്ലേ. എഴുത്തുകാർ ചെറുകാടും അതുപോലെ തന്നെ ചെറുകാടിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ വന്നു, MTൻ്റെ വന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന SK പൊറ്റക്കാടിൻ്റെ ബാലിദ്വീപെല്ലാം ആ കാലത്ത് വലിയ ജനശ്രദ്ധയാകർഷിച്ചാണ്. ബാലിദ്വീപ് വായിച്ചിട്ടുണ്ട്. ബാലിദ്വീപ് എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ, നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ നമ്മളെ കണ്ടക്കീൻ്റെ ഒരു ചരിത്രമാണ്. കാരണം ഇതുപോലെയുള്ളൊരു ഉൾപ്രദേശം ഇടയും അതിൻ്റെ അകത്ത് ഈ 4 ഭാഗത്ത് നമ്മൾ ഇടയിലെ കൂടെ പോകുമ്പോൾ അതിൻ്റെ കാടുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന SK പൊറ്റക്കാട് വളരെ ലളിതമായിട്ട് എഴുതിയിട്ടുണ്ട് ബാലിദ്വീപിൽ. നല്ല വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അതുപോലെ അത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് താരതമ്യമാവും. ബാലിദ്വീപും നമ്മുടെ കേരളവും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ടെന്ന് തോന്നാത്ത ആ രീതിയിൽ. അങ്ങനെ വായനക്ക് ഒരു പരിമിതി ഇല്ല. പക്ഷേ അന്ന് ചെറിയ ചെറിയ വായനകൾ. ഇന്നിപ്പോൾ പൊതുവേ ഇന്നൊരു ചർച്ച നമ്മൾ ഈ വായനാ രംഗത്ത് വായന മരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ട്. കാരണം അത് നമ്മുടെ വായനശാല ലൈബ്രറികൾക്ക് അത് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം വായിക്കുന്നവർ കൃത്യമായി വായിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ ആ വായന എന്തുണ്ട്? ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഒരു പുസ്തകം വായിക്കുന്ന ആളുണ്ടാവും, ബസ്സിൽ നിന്ന് പത്രം വായിക്കുന്നവരെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അവർ ആ വായിക്കുന്ന കണ്ടൻറ്റിലല്ല, അവരൊരു സമയത്തിന് വേണ്ടി. പക്ഷേ വായിക്കുന്നവർ അതിന് കൃത്യമായി വായിക്കുന്നവരുണ്ട്. ഇപ്പോൾ EMSനും അതുപോലെ തന്നെ നായനാർക്കെല്ലാം പറയുന്നിട്ടില്ലേ, നായനാർക്ക് രാവിലെ എല്ലാ പത്രവും എടുത്ത് മേലെ വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും മേലെ ദേശാഭിമാനമാണെന്നോ ശാരദേച്ചി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മേലെ ദേശാഭിമാനമാണ്. ദേശാഭിമാൻ്റെ ഹെഡിങ് നോക്കിയിട്ട് മറ്റു പത്രങ്ങളിലേക്ക് പോകുള്ളൂ.
അപ്പോൾ ആ പത്രവായന വളരെ പ്രധാനപ്പെട്ട, അങ്ങനെയാണ് നമ്മൾ ഈ പ്രദേശത്തിലും വായന വരുന്നത്. അന്ന് ദേശാഭിമാനി പത്രം, മാതൃഭൂമി, ഈ 2 പത്രമാണ്. അത് എഴുതുന്ന പത്രം ചിറക്കൽ സ്റ്റേഷനിലാണ് പത്രം വരുന്നത്. ചിറക്കൽ സ്റ്റേഷൻ, അവിടുന്ന് കാട്ടാമ്പള്ളി നടന്ന് നമ്മുടെ കെ കുഞ്ഞൻ നമ്പ്യാർ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നത്, അയാൾ ചിറക്കൽ വരെ നടന്ന് സൈക്കിളെടുത്ത് നാറാത്ത് പോയി, അവിടുന്ന് കടവ് കടന്ന് വീണ്ടും നടന്ന് അവിടെ പോയി ചിറക്കൽ സ്റ്റേഷനിൽ പോയി ഒരു പത്രക്കെട്ടെടുത്ത് എന്നിട്ട് വീണ്ടും സൈക്കിളിൽ വന്ന് നാറാത്തുനിന്ന് സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഈ മയ്യിൽ പ്രദേശത്ത് പത്രം വിതരണം നടത്തുക. മരിക്കുന്നത് വരെ ആ പത്രം വിതരണം നടത്തുകയാണ് കെ. അപ്പോൾ അത് ഒരു പ്രതിബദ്ധതയാണ്. ആ പത്രം കൊടുക്കുക എന്നുള്ളത് മറ്റൊന്നിനേക്കാളേറെ, ഭക്ഷണം കഴിക്കുന്നതിലേറെ ഏറ്റവും പ്രാധാന്യം കൊണ്ട് നടന്നാണ്. അതുപോലുള്ള നിരവധി ഏജൻറ്റുമാർ ഈ പത്രം വീടുകളിൽ എത്തിച്ചുകൊണ്ടാണ് ആ വായനയിലേക്ക് വന്നത്. അപ്പോൾ അക്ഷരം അറിയേണ്ട, അക്ഷരം അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ അനൗപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഈ പണിക്കര ഒരു കാലത്തുണ്ടായതാണ്. അക്ഷരം പഠിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ സാക്ഷരത നായനാര സാക്ഷരതയല്ല, അതിനു മുമ്പേ തന്നെ അനൗപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, വായനശാലകളായിരുന്നു. അക്ഷരം അറിയാത്തവരെ കൂട്ടിക്കൊണ്ടുവന്ന് അക്ഷരം പഠിപ്പിച്ച് അവർക്കൊരു ബാങ്കിൽ പോയിട്ട് ഒപ്പിടാൻ, ഒരു പേരെഴുതി ഒപ്പിടാനുള്ള, പേരെഴുതാനൊന്നും അറിയില്ലല്ലോ. കാരണം അവരെ ഒരു തലമുറയുടെ അടുത്ത തലമുറയിലേ സ്കൂളിലേക്ക് പോകുന്നുള്ളൂ. സ്കൂളിലേക്ക് പോകാനുള്ളൊരു അവസരം വരുന്നത് 1957 കാർഷിക ബന്ധ ബില്ലെല്ലാം വന്നതിന് ശേഷമാണ്. അതുവരെ സ്കൂൾ കുട്ടികൾക്കൊന്നും പോകാൻ അതിനൊന്നും കഴിയില്ല. അപ്പോൾ അതൊരു ജീവിക്കാനുള്ള മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഒന്നും നല്ല നിലയിലുള്ള ഇന്നിപ്പോൾ നമ്മുടെ മയ്യിൽ പഞ്ചായത്തിലെ ഏറ്റവും പുരോഗതിൻ്റെ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളാണ്. മയ്യിൽ ഇടൂഴി മാധവ നമ്പൂതിരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതിൻ്റെ ആദ്യ രൂപം എലിമെൻ്ററി സ്കൂളാണ് മയ്യിൽ. ആ സ്കൂളിലാണ് നമ്മൾ ഇവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസം. അന്ന് 8ാം ക്ലാസ് വരെയുണ്ട്. 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ESLC പരീക്ഷ, ഗവൺമെൻറ് പരീക്ഷയാണ്. ആ പരീക്ഷ പാസ്സായവരാണ് ഈ ഭാഗത്ത് അന്ന് ആ കാലത്തെ. പിന്നെ തുടർന്ന് പഠിക്കേണ്ടെങ്കിൽ തളിപ്പുറം മൂവത്തൂരത്ത് ഹൈസ്കൂൾ പോകണം. അപ്പോൾ അവിടെ താമസിക്കണം. അതുകൊണ്ട് അത്രയും ആളുകൾ പിന്നെ പഠിപ്പുകയും അതിന് ശേഷം ഈ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് PT ഭാസ്കര പണിക്കർ ചെയർമാനായിക്കൊണ്ട് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് രൂപീകരിച്ചു. ആ ഡിസ്ട്രിക്ട് ബോർഡ് 54 രൂപീകരിച്ചപ്പോഴാണ് ആദ്യമായി നമ്മുടെ മലയോര മേഖലകളിലടക്കം ഏകാധ്യാപകന്മാർ നിശ്ചയിച്ചുകൊണ്ട് സ്കൂൾ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഇവിടെ കെ കുഞ്ഞൻ നമ്പ്യാരെല്ലാം പോയി ഇടൂഴി ഇപ്പോഴത്തെ ഭവദാസ് നമ്പൂരിയുടെ അച്ഛൻ ഇടൂഴി മാധവ നമ്പൂതിരിയോട് ഇങ്ങനെ ഒരു സ്കൂള് ഹൈസ്കൂളായി വരാൻ വേണ്ടി നിങ്ങൾ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹൈസ്കൂൾ വരും, ഡിസ്ട്രിക്ട് ബോർഡ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സർവാൽപ്പന അദ്ദേഹം 8 ഏക്കർ 55 സെൻറ്റ് സ്ഥലം കേരള ഗവർണർ റേറ്റിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ഇടൂഴി മാധവ നമ്പൂതിരി. ഇന്ന് കാണുന്ന 8.5 ഏക്കർ സ്ഥലത്താണ് ഇന്ന് പറന്ന് പന്തലിച്ച് കിടക്കുന്ന ഇടൂഴി മാധവ നമ്പൂതിരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരുപക്ഷെ നമ്മുടെ മയ്യിലിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു വഴികാട്ടി, വിദ്യാഭ്യാസത്തിൻ്റെ മേലോട്ടേക്കുള്ളൊരു കുതിപ്പുണ്ടാക്കിയത് ആ സ്കൂളാണ്. പിന്നീട് നമ്മുടെ കൃഷിക്കാരൻ്റെയും കർഷകത്തൊഴിലാളിൻ്റെ എല്ലാം മക്കൾ സ്കൂളിൽ പോയി പഠിച്ചു, ക്ലാസ് നേടി, അവർ പിന്നീട് തുടർന്ന് പഠിച്ചു. അവർ ഇന്നിപ്പോൾ എല്ലാ മേഖലകളിലും നമ്മുടെ പഞ്ചായത്തിലുള്ളവർ വിവിധ മേഖലകളിലും ഉയർന്ന നിലവാരത്തിലുള്ള ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. ആ 57 ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയോടെ വന്ന മാറ്റമാണ്. അപ്പോൾ അത് സ്കൂളുകൾ ഇന്നിപ്പോൾ നമ്മളെ നല്ല നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ്. നമ്മുടെ ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ബസ്സില്ലാത്ത ഒരു സ്കൂളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്. ബസ്സില്ലാത്ത സ്കൂള്. ബാക്കി എല്ലാ സ്കൂളിലും പഞ്ചായത്ത് ബസ്സിൻ്റെ കുട്ടികളെ കയറ്റിക്കൊണ്ടുവരുവാണ്. അവർ ഒതുക്കുന്ന ക്യാൻവാസ് വെച്ച്. നമ്മുടെ മൈലേജ് സ്കൂളിൽ ബസ്സില്ല. എന്നാലും 3500 കുട്ടികൾ പല ഭാഗത്തുനിന്ന് ചിറക്കൽ മുതൽ ഇങ്ങനെ പല ചാലോട് മുതലുള്ള കുട്ടികൾ വരുവാണ്. കാരണം എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെ പോയാൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, മോശമില്ല അധ്യാപകന്മാരാണ് എന്നുള്ളൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ആ രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഏറ്റവും നല്ല വലിയ വികസനത്തിന് ഇപ്പോൾ അതിൻ്റെ കെട്ടിട ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരു നല്ല കുതിച്ചുചാട്ടം നമുക്കൊരു കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് മാത്രമേ മയ്യിലിൻ്റെ ഒരു പരാജയമുള്ളൂ. മറ്റ് എല്ലാ തലത്തിലും നമുക്ക് ഗ്രന്ഥശാലകൾ സമൃദ്ധമാണ്, സ്കൂളുകൾ സമൃദ്ധമാണ്, മറ്റെല്ലാ വികസന പ്രവർത്തനങ്ങളിൽ ആശുപത്രിയുണ്ട്. അതുപോലെയുള്ള ഇതെല്ലാം വന്നു തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. വായനയെ പരിപോഷിക്കുന്ന ഇതെല്ലാം ഒരു ഘടകങ്ങളാണെന്ന് ഞാൻ സൂചിപ്പിച്ചത്.